ഹായ് അങ്ങനെ ഏകദേശം 500 വർഷങ്ങൾ നീണ്ടുനിന്ന തർക്കങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോൾ ഒടുവിൽ 2024 ജനുവരി 22 അയോധ്യയിൽ ക്ഷേത്രം തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രം തുറക്കുന്നതുകൊണ്ട് തന്നെ BJPക്ക് 2024 ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണെന്നാണ് പലരും പറയുന്നത്. അതായത് പല റിപ്പോർട്ടുകളിലും പറയുന്നത് BJPക്ക് 2024 ഇലക്ഷൻ അയോധ്യ ക്ഷേത്രം തുറക്കുന്നതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ജയിക്കാൻ സാധിക്കുമെന്ന്. എന്നാൽ മറ്റ് പല റിപ്പോർട്ടുകളിലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പല നേതാക്കളും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് BJP 2024 ഇലക്ഷൻ തോക്കാൻ പോകുന്ന പ്രധാന കാര്യം ഇപ്പോൾ ഈ അയോധ്യ ക്ഷേത്രം തുറക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പല BJP നേതാക്കളും അതുപോലെ തന്നെ പല പ്രതിപക്ഷ നേതാക്കളും ഈ അയോധ്യ ക്ഷേത്രത്തിലോട്ട് പോകണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ തന്നെയാണ്. അതുപോലെ തന്നെ പലരും ഇതിലോട്ട് പോയില്ല എന്ന് പറഞ്ഞ് ബോയ്ക്കോട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് പറയുന്നതിലും കുറേയധികം കാര്യങ്ങളുണ്ട്, അതായത് കുറേയധികം സത്യങ്ങളും അവരും പുറത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് അയോധ്യ ക്ഷേത്രം കൊണ്ട് എങ്ങനെയാണ് BJP 2024 ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി അവരുടെ സ്ട്രാറ്റജി ഉള്ളത്, അതുപോലെ തന്നെ അയോധ്യ ക്ഷേത്രം തുറക്കുന്നുണ്ട് കോൺഗ്രസിന് എന്തെല്ലാം മെച്ചങ്ങളാണ് വരുന്നത്, അതുപോലെ തന്നെ അവർ എങ്ങനെയാണ് ജയിക്കാൻ പോകുന്നത് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹായ്, എൻ്റെ പേര് അശ്വിൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതായത് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത പല ഇൻഫോർമേറ്റീവായ കാര്യങ്ങളും ഈ വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുന്ന തംസ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇട്ട് എടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇട്ട് എടുക്കാം. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all. ഹായ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് അതായത് അയോധ്യ ക്ഷേത്രം തുറക്കുന്നുണ്ട് BJPക്ക് എന്തെല്ലാം മെച്ചങ്ങളാണ് വരാൻ പോകുന്നത്, അതായത് 2024 ഇലക്ഷനിൽ അവർ എങ്ങനെയൊക്കെയാണ് ഇതിനെ ഉപയോഗിച്ച് മാർക്കറ്റിംഗ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിനുശേഷമാണ് കോൺഗ്രസിൻ്റെ പാർട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുൾഫിൽമെൻറ്റ് ഓഫ് പ്രോമിസ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ BJP 2014 ജയിക്കുമ്പോൾ തന്നെ അതായത് ജയിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന്. അതായത് ഞങ്ങൾ ഭരണത്തിലോട്ട് വരികയാണെങ്കിൽ അയോധ്യയിൽ എന്തായാലും രാമക്ഷേത്രം നിർമ്മിക്കും എന്ന് പറയുന്ന ഒരു പ്രോമിസ് അവരവിടുത്തെ ജനങ്ങൾക്കെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെയുള്ള ഹിന്ദുത്വ രാഷ്ട്രീയമെല്ലാം തന്നെ കൂടുതലും BJPക്ക് വർക്ക് ആയതുകൊണ്ടാണ് 2014 അതായത് കുറേ വർഷം നീണ്ടു നിന്ന പരിശ്രമത്തിന് ശേഷം 2014 BJP ജയിക്കുന്നതും അതിനുശേഷം മോഡി ഭരണത്തിൽ വരികയും അതുപോലെ തന്നെ ഏകദേശം പിന്നീടുള്ള 2 വർഷവും അവർ ജയിക്കുന്നതും അതുപോലെ തന്നെ BJP ഹിസ്റ്ററിയിൽ തന്നെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ് ഏകദേശം 5 വർഷം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് BJPക്ക് ആ ഒരു ഇലക്ഷനിൽ മെജോറിറ്റിയും ജയിക്കാൻ സാധിച്ചു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൈമറി എവിഡൻസ് അതായത് പ്രൈമറി എലിമെൻറ്റ് എവിടുന്നാണ് വന്നതെന്ന് വെച്ചാൽ ഈ അയോധ്യ എന്ന് പറയുന്ന ക്ഷേത്രമാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രം പണിയും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 2014 അവർക്ക് ജയിക്കാൻ സാധിച്ചു. അപ്പോൾ 2024 അത് പണിത് കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും ആൾക്കാരുടെ അടുത്ത് വോട്ട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ആൾക്കാരുടെ മനസ്സിലെല്ലാം തന്നെ ഒരു ഫുൾഫിൽമെൻറ്റ് ഓഫ് പ്രോമിസ് വരും, അതായത് അവർ പറഞ്ഞെങ്കിൽ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം ആൾക്കാരുടെ ഇടയിൽ പിടിച്ചു പറ്റാൻ സാധിക്കും എന്നാണ് പലരും പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുത്വ രാഷ്ട്രീയം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അതായത് കോൺഗ്രസിനെ പറയുകയാണെങ്കിൽ കോൺഗ്രസ് എല്ലാ ജാതിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർ കൂടുതലും മൈനോറിറ്റീസിന് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വാദം അവരുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ പൊതുജനങ്ങളെല്ലാം തന്നെ പൊതുവെ പറയുന്നുണ്ട്. പക്ഷേ BJPൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ BJP കൂടുതലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനാണ് അവർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ അതായത് ഇലക്ഷനെല്ലാം എടുത്തു നോക്കുകയാണെങ്കിലും അവരുടെ കാൻഡിഡേറ്റിൽ ഏകദേശം 95% ആൾക്കാരാണ്. അതുപോലെ തന്നെ BJPൻ്റെ വോട്ടിംഗ് ശതമാനം എടുത്തു നോക്കുകയാണെങ്കിലും അതായത് ഹിന്ദുക്കൾ കൂടുതലുള്ള സംസ്ഥാനത്തെല്ലാം തന്നെ അവർക്ക് വിജയ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, അവർ ഓപ്പണായി പറയുന്നില്ല എന്നുള്ളൂ, പക്ഷേ അവരുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. അതായത് ഹിന്ദുക്കളുടെ വോട്ടും അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ വിശ്വാസമാണ് അവർ കൂടുതലും പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നത്. ഇതിലൂടെ ഭരണത്തിൽ വരാൻ വേണ്ടിയാണ് BJP 2014 അതുപോലെ തന്നെ പിന്നീട് വന്ന ഇലക്ഷനിലും അതുപോലെ തന്നെ പിന്നീടുള്ള സ്റ്റേറ്റ് ഇലക്ഷനിലെല്ലാം തന്നെ അവർ കൂടുതലും ഫോക്കസ് ചെയ്തത്. ഇതിനായിട്ട് കുറേ അമ്പലങ്ങൾ പണിതു, അതുപോലെ തന്നെ കുറേ അമ്പലങ്ങളെല്ലാം റീഡെവലപ്പ് ചെയ്തു, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ നോർത്ത് ഇന്ത്യ എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ കൂടുതലും ഹിന്ദുത്വ രാഷ്ട്രീയം അവിടെ വർക്കാവും. അപ്പോൾ അങ്ങനെ വർക്കാവുന്നതുകൊണ്ടാണ് അതായത് നോർത്ത് ഇന്ത്യ എല്ലാം കോൺഗ്രസിന് ഒരു പിടുത്തം കിട്ടാത്തത്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ എന്ന് വെച്ചാൽ ഹിന്ദുത്വ രാഷ്ട്രീയം അവിടെ പ്രോപ്പറായും വർക്കാവുന്നില്ല. ഇതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിൽ കൂടുതലും കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ഇനി നോർത്തിലോട്ട് പോവുകയാണെങ്കിൽ മേജർ അതായത് ഹിന്ദുക്കൾ കൂടുതലുള്ള എല്ലാ സിറ്റീസിലും കോൺഗ്രസിന് വലിയ തോൽവിയാണ് അവർ കാത്തിരുന്നത്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയം അവിടെ ഹിന്ദുത്വ രാഷ്ട്രീയം മെയിനായിട്ടും പ്ലേ ചെയ്യും എന്നാണ് എല്ലാവരും പറയുന്നത്.
അതിനൊപ്പം ഈ രാമജന്മഭൂമിയിലുള്ള ഈ രാമമന്ദിരം തുറക്കുന്നതുകൊണ്ട് തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇച്ചിരി കൂടെ ഉറപ്പും അതുപോലെ തന്നെ BJPന്റെ വിജയ സാധ്യത കൂടാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഡെവലപ്മെന്റ്. അതായത് BJP വന്നപ്പോൾ കുറേയധികം ഡെവലപ്മെന്റ് വന്നു എന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല. അതായത് വലിയ വലിയ പ്രോജക്ട്സ് ഇന്ത്യയിലോട്ട് വന്നു. അതുപോലെ തന്നെ വലിയ വലിയ ടെക് കമ്പനീസ് പലരും അതായത് പല കാരണം കൊണ്ടാണെങ്കിലും BJP സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഇന്ത്യയിലോട്ട് വന്നത്. അതെല്ലാം തന്നെ BJPക്ക് ഒരു അനുകൂലമായ ഒരു പോസിറ്റീവ് തന്നെയാണ് ജനങ്ങളിലോട്ട് വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു. അതുപോലെ തന്നെ വന്ദേ ഭാരത് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റുകൾ ഇന്ത്യ വരുന്നു. അപ്പോൾ ഇതേപോലെയുള്ള പല ഡെവലപ്മെൻറ്റും കാണുമ്പോഴും ആൾക്കാർക്കെല്ലാം തന്നെ BJPനോട് അതായത് BJP സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം വരും. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയോധ്യയിൽ ഏകദേശം 32,000 കോടി രൂപയുടെ പ്രോജക്റ്റാണ് അവർ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അയോധ്യ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തോട്ട്. അപ്പോൾ അവിടെയുള്ള ഫുൾ ഡീറ്റെയിൽസും അതായത് അവിടെ വരാൻ പോകുന്നുള്ള പ്രോജക്ട്സ്, എംപ്ലോയ്മെൻറ്റ് അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മേലെ ഐ ബട്ടണിലും കൊടുക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അത്രമാത്രം വാല്യുബിൾ ആയ ഒരു വീഡിയോ ആണ്, അതായത് ഇൻഫോർമേറ്റീവ് ആയ വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതായത് മാക്സിമം എല്ലാ ഡെവലപ്മെൻറ്റും അയോധ്യയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അയോധ്യയിൽ ഇങ്ങനെ ഡെവലപ്മെൻറ്റ് കാണുമ്പോഴും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അവിടെയുള്ള ജനങ്ങളും അതുപോലെ തന്നെ അവിടെ ഏകദേശം അതായത് ഇപ്പോൾ ഉദ്ഘാടനത്തിന് മാത്രം ഏകദേശം 25 ലക്ഷം വരെ എങ്ങാണ്ടാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഓരോ വർഷം 2 കോടി ആൾക്കാരെയാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അതായത് ഇപ്പോൾ ഒരു 2 കോടി എന്തായാലും ഈ ഇലക്ഷന് മുമ്പ് എത്തില്ല, പക്ഷേ ഏകദേശം ഒരു 50 ലക്ഷം ആൾക്കാരെങ്കിലും ഇലക്ഷന് മുമ്പ് അയോധ്യയിൽ എത്തിച്ചേരും എന്നാണ് അവരുടെ ചുരുങ്ങിയത് എസ്റ്റിമേറ്റ് ഉള്ളത്. അപ്പോൾ ഇത്രയും പേര് അവിടെ എത്തിച്ചേരുമ്പോൾ അവിടുത്തെ ജനങ്ങളൊക്കെ എന്തോർക്കും, അതായത് അയോധ്യയിൽ എയർപോർട്ട് ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇപ്പോൾ പുതിയതായിട്ട് അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ് അയോധ്യയിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ആൾക്കാരുടെ അടുത്ത് കാണുമ്പോൾ അവിടെ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്ന് ആൾക്കാരുടെ മനസ്സിൽ വരും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ BJP വോട്ട് ചെയ്യാനുള്ള കൂടുതലും അതായത് ആൾക്കാർക്ക് ഒരു വലിയൊരു എവിഡൻസ് ആയി മാറും എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് അയോധ്യ ക്ഷേത്രം തുറക്കുന്നുണ്ട് BJPക്ക് ജയസാധ്യത കൂടാനുള്ള സാധ്യത. ഇനി കോൺഗ്രസ്സുകാർ അതായത് മറുവശത്ത് കോൺഗ്രസ് ഇതിനെ എങ്ങനെയെല്ലാം ചാലഞ്ച് ചെയ്യും, അതായത് എങ്ങനെയെല്ലാം ഓപ്പോസിഷൻ ചെയ്യും എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാന അതായത് ഫസ്റ്റ് ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം. അതായത് BJP എങ്ങനെ വോട്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിലൂടെ എതിർക്കുന്നോ അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു ഫസ്റ്റ് എയിം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ എതിർക്കുക. അതായത് അവർ RSSനെ എതിർത്ത് അതായത് ഹിന്ദുക്കളെ എതിർക്കില്ല, RSSനെതിനും അതുപോലെ തന്നെ BJPനെ എതിർത്തും എല്ലാ പാർട്ടീനെയും അതായത് എല്ലാ റിലീജിയനെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടിയാണ് അവർ കൂടുതലും ശ്രമിക്കുകയായിരിക്കും 2024 ഇലക്ഷനിൽ. അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും പ്ലേ ആവുന്ന ഒരു മേജർ സംഭവമാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഐഡിയോളജി എടുക്കുകയാണെങ്കിൽ അവർ മൈനോറിറ്റിക്കാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതായത് ഈ മുസ്ലിം മെജോറിറ്റിയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജമ്മു കാശ്മീർ, ലക്ഷദ്വീപ്, അതുപോലെ തന്നെ മിസോറാം, നാഗാലാൻഡ്, മേഘാലയ എന്ന് പറയുന്ന ഇത്രയും സ്ഥലങ്ങൾ ക്രിസ്ത്യാനിറ്റീൻ്റെ മെജോറിറ്റിയും അതുപോലെ തന്നെ ജമ്മു കാശ്മീരും ലക്ഷദ്വീപും മുസ്ലിം മെജോറിറ്റിയുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെല്ലാം തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം BJPക്ക് കളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടുത്തെ ജയസാധ്യത കൂടുതലും കോൺഗ്രസിനായിരിക്കും എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് പുറമെ കേരള, തമിഴ്നാട്, ആന്ധ്ര അതുപോലെ തന്നെ കർണാടക, തെലുങ്കാന എന്ന് പറഞ്ഞ സൗത്തിലോട്ട് വരുന്ന കുറേ സംസ്ഥാനങ്ങളിലും കൂടുതലും ഹിന്ദുത്വ രാഷ്ട്രീയം ഇവിടെ വർക്കൗട്ട് ആവില്ല. ഇവിടെ കൂടുതലും റിലീജിയണൽ പാർട്ടീസും അതുപോലെ തന്നെ ഇവിടെയുള്ള കൂടുതലും ലാംഗ്വേജസ് എല്ലാം വെച്ചിട്ടാണ്. അതായത് BJP ഒരു ഹിന്ദിനെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നം തമിഴ്നാട്ടിലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ എതിർത്ത് സൗത്തിലെല്ലാം തന്നെ കൂടുതലും ഹിന്ദുത്വ രാഷ്ട്രീയം BJPക്ക് വർക്കാവില്ല. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം തന്നെ കൂടുതലും ടാർഗറ്റ് ചെയ്യാനായിരിക്കും കോൺഗ്രസ് ഒന്നാമതായിട്ട് ശ്രമിക്കുക. അതായത് ഇവിടെയുള്ള എല്ലാ സീറ്റും അവർക്ക് ലഭിക്കുകയാണെങ്കിൽ പിന്നീട് മറ്റുള്ള സ്ഥലത്തു നിന്ന് ചെറിയ ചെറിയ സീറ്റുകൾ ലഭിച്ചാൽ പോലും അവർക്ക് ഭരണത്തിലോട്ട് വരാനായിരിക്കും അവർ ഒന്നാമതായിട്ടും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയി കരുതുന്നത്. അതായത് അടുത്ത എന്താ ഇമ്പോർട്ടൻ്റ് ആയി കരുതുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ BJP സർക്കാർ വന്നപ്പോൾ അവർ കുറേയധികം പ്രോമിസുകൾ കൊടുത്തിരുന്നു. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് മണി കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ആവും. അതുപോലെ തന്നെ ബ്ലാക്ക് മണി റിമൂവ് ചെയ്ത ആ മണിയെല്ലാം തന്നെ ആൾക്കാരുടെ അക്കൗണ്ടിലോട്ട് വരും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ടും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ആ ഒരു സമയത്തെല്ലാം നമ്മൾ പൊളിറ്റിക്സിനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നടന്നിരുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോൾ വന്നിട്ടില്ല എന്നാണ് ആ കോൺഗ്രസ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. കോൺഗ്രസ് പറയുന്ന ഒന്നാമത്തെ കാര്യം ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ സാധാരണ ഉള്ള ജനങ്ങൾക്കെല്ലാം തന്നെ ₹1 അഫോർഡ് ചെയ്യേണ്ട സ്ഥലത്ത് അതായത് ₹1 സ്പെൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് ₹5 സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് എക്സ്ട്രാ വരുന്നു. അതായത് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഏകദേശം 5 to 6 എന്ന് പറയുന്ന ഒരു കണക്കിലാണ്. അപ്പോൾ ഈ ഒരു ₹5 to 6 നമുക്ക് എക്സ്ട്രാ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പോരുകയാണ്. അപ്പോൾ ഇത് അതായത് BJP ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിൽ കംപ്ലീറ്റ് ആയിട്ടും ഫെയിലായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടെന്താണെന്ന് വെച്ചാൽ സാധാരണയുള്ള ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ് കൂടുതലും പൈസ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് വെച്ച് വലിയ രീതിയിൽ തന്നെ അവർ പ്രചരണം നടത്തും. അതുപോലെ തന്നെ മറ്റൊന്ന് അൺഎംപ്ലോയ്മെൻറ്റ്.
സെറ്റിൽമെൻറ്റ്, അതായത് BJP വന്നപ്പോൾ ഓരോ വർഷവും ഇത്ര കോടി ആൾക്കാർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു പ്രോമിസും കൊടുത്തിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു സംഭവം വലിയ രീതിയിൽ വർക്കൗട്ട് ആയിട്ടില്ല എന്നാണ് കോൺഗ്രസ് ഇവിടെ വിമർശിച്ച് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം കൂടെ വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ അതായത് യങ്സ്റ്റേഴ്സിനെല്ലാം ജോലി കിട്ടേണ്ടതായിരുന്നു. അങ്ങനെ ജോലി കിട്ടാത്തതുകൊണ്ടാണ് ആൾക്കാരെല്ലാം എംപ്ലോയിഡ് ആയിട്ട് കിടക്കുന്നത് എന്നാണ് കോൺഗ്രസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും അവർ എടുത്തു പറയാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വെച്ചിട്ട്, അതായത് മെയിനായിട്ടും അവർ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ എതിർത്തും ഇങ്ങനെയുള്ള എക്കണോമിക് പ്രോബ്ലം വെച്ചിട്ടുമായിരിക്കും കോൺഗ്രസ് കൂടുതലും ഈ വട്ടം പ്രചാരണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് പ്രചാരണത്തിൽ എന്തായിരിക്കും കൂടുതലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന്. അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് പ്രൊമോട്ട് ചെയ്യുന്നതാണ്, അതായത് നമ്മുടെ ചാനൽ വേറെ ആരും പ്രൊമോട്ട് ചെയ്യില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടായിരിക്കും ഈ വട്ടത്തെ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. എന്തായാലും 2024 ഇലക്ഷൻ എന്തായാലും ഫയർ ആയിട്ടായിരിക്കും പോകാൻ പോകുന്നത്. കാരണം രണ്ട് പാർട്ടികളും ഒഞ്ചോടിഞ്ച് പോരാടും. അതായത് BJPക്ക് ഹാട്രിക് ജയത്തിന് വേണ്ടിയും അതുപോലെ തന്നെ കോൺഗ്രസിന് നഷ്ടപ്പെട്ട 10 വർഷത്തെ ഭരണത്തിനെ അവർ തിരിച്ചെടുക്കാൻ വേണ്ടി അവരും പരമാവധി ശ്രമിക്കും. എന്തായാലും രണ്ടുപേരും ജയിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു കൺഗ്രാജുലേഷനിലൂടെ നമ്മൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. സീ യു നെക്സ്റ്റ് വീഡിയോ.